സ്കൂൾ ഗോയിങ് കുട്ടികളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ വെക്കേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ബോറടിക്കുന്ന അമ്മ, ബോറടിക്കുന്ന അച്ഛ. ഇത്രയും ബോറടി നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുമടാ എന്നുള്ളത് എപ്പോഴും അവർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അത് ഡിവൈസ് അഡിക്ഷനിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഈ ജെൻസി ലാംഗ്വേജ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. അവർ പറയുന്നതിന് വേറൊരു ഭാഷയാണ്. നമുക്ക് പലപ്പോഴും അറിയില്ലാത്ത പല വാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ് അവരുടേത്. അമ്മമാർ പലപ്പോഴും വന്ന് നമ്മളോട് പറയാറുള്ള ഒരു കാര്യം, ചാർട്ടൊക്കെ നോക്കണ്ട ഡോക്ടറെ, ഒന്നും മനസ്സിലാവണില്ല, എന്ത് ഭാഷയാണിത്, ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇപ്പോൾ ഈ കൊറിയൻ കൊറിയൻ കാര്യങ്ങൾ വലിയ പ്രശ്നമാവുന്നു. നമുക്കത് എന്താണെന്നത് കുട്ടികൾ എന്താണ് ഇതിന്റെ പുറകെ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈയിടെ ബിഹേവിയറൽ വാക്സിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ അതിനുവേണ്ടി പ്രത്യേക ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. മാം, ഇപ്പൊ നമ്മൾ പറയുന്ന ജെൻസിയും ഇനി ഇതിന് ശേഷം വരാനിരിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ തന്നെയും ഈ ബ്രെയിനിങ് അല്ലെങ്കിൽ വയറിംഗ് എന്ന് പറയും, അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നതും നമ്മുടെ പ്രതികരണ ശേഷി ഉണ്ടാകുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. സാഹചര്യം മാറുന്നതനുസരിച്ചിട്ട് അത്തരം കഴിവുകൾ, ചില കഴിവുകൾ അവർ സ്വാഭാവികമായി നമ്മളൊക്കെ പെട്ടെന്ന് ആർജിക്കും. നോക്കൂ, ഇപ്പോൾ ഒരു ഓൺലൈൻ കാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മളൊക്കെ കൂടുതൽ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പല പേരൻസും പറയാറുണ്ട്, എൻ്റെ കൊച്ചുകുട്ടി എന്നെക്കാൾ എനിക്കറിയില്ലാത്ത ഒരു ഫോൺ കൊടുത്താൽ അവർക്ക് എല്ലാം അറിയാം, അല്ലെ അവനെല്ലാം അറിയാം. ചില കാര്യങ്ങൾ അവർ വളരെ മുമ്പിലാണ്, ചില കഴിവുകൾ അവർ പഠിച്ചെടുക്കുകയുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും അതിൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ അവരെ സഹായിക്കേണ്ടി തന്നെ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയും. നിങ്ങൾ ഒരാൾ വഴക്ക് പറഞ്ഞാൽ, ഇതിനു മുമ്പുള്ള തലമുറ വരെ, നമ്മളുടെ തലമുറ വരെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു വഴക്ക് കേൾക്കുന്ന വലിയ പ്രശ്നമൊന്നും അല്ലായിരുന്നു അല്ലേ? നമ്മൾ എത്രയോ വഴക്ക് കേട്ടിരിക്കുന്നു, എത്രയോ റിജക്ഷൻ ഫേസ് ചെയ്തിരിക്കുന്നു, എത്രയോ പരീക്ഷ എഴുതി തോറ്റിരിക്കുന്നു, എത്രയോ പ്രേമബന്ധങ്ങൾ മുളയിലെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. ഇറ്റ് വാസ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. നമുക്ക് എല്ലാവർക്കും അത് വളരെ സംയമനത്തോടു കൂടി കൈകാര്യം ചെയ്യാനും പറ്റിയിരുന്നു. ഈ കുട്ടികൾക്ക് റിജക്ഷൻ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായി. അതായത് ഒരു നോ കേൾക്കുന്നതിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതിനൊരു കാരണം അവർ വളരുന്ന സാഹചര്യം കൂടിയാണ്. ഒരു കുട്ടി അല്ലെ രണ്ട് കുട്ടിയാണ് വീട്ടിലുണ്ടാവുക. നമ്മൾ കുട്ടികളുടെ കൂടെ ഒരു കളി കളിക്കുന്നത് കൊച്ചുനാളിലേക്ക് കളിച്ചിട്ടുണ്ടാവുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോഴെങ്കിലും കുട്ടിയെ തോൽപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ മിക്കവാറും തോറ്റു കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ? സാറും കൊച്ച് ഹാപ്പി ആയിക്കോട്ടെ എന്ന് കരുതും. അപ്പോൾ ഒരു തോൽവി എന്നുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു അനുഭവം അനുഭവിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊച്ചിന് കൊടുക്കാതെ പോലുണ്ട്. അത് പരീക്ഷകൾ ഇല്ലാതാക്കുന്നതിനുമൊക്കെ അതിൻ്റെ ഒരു ഡിബേറ്റബിൾ സൈഡാണത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ എഴുതി ഇത്രയും പോരാ, ഐ ഷുഡ് ട്രൈ ഹാർഡ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു റിജക്ഷനും ഫേസ് ചെയ്യാതെ എൻ്റെ കുട്ടിക്ക് എല്ലാം കൊടുക്കണം, എനിക്ക് അവൈലബിൾ അല്ലാത്ത സമയത്തെ ഞാൻ എൻ്റെ കുറേ യെസ്സുകൾ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യും എന്ന് കരുതി വരുന്ന അതിയായ സ്നേഹമുള്ള അച്ഛനും അമ്മയും വളർത്തി വരുന്ന കുട്ടി കൗമാരത്തിലെത്തുമ്പോൾ ഒരു പ്രണയബന്ധത്തിന് ശ്രമിക്കുന്നു. അവിടെ ഒരു നോ കിട്ടുന്നു. ആ റിജക്ഷൻ അവരെങ്ങനെ എടുക്കുക? റിജക്ഷൻ അവർ ജീവിതത്തിൽ മുമ്പ് ഫേസ് ചെയ്തിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ നിന്നെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ നീ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് കേൾക്കുന്നത് ആദ്യത്തെ ഒരു അനുഭവവും ആ കൗമാരത്തിൻ്റെ വികാരത്തള്ളിച്ചയിൽ അതിനോട് പ്രതികരിക്കാൻ അറിയാതെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രതികാര കൊലപാതകങ്ങളും അങ്ങനത്തെ അറ്റംപ്റ്റുകളും ഒക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് എന്ന് തോന്നലുണ്ട്. അതുപോലെ തന്നെയാണ് ബോറടി. നമുക്കെല്ലാം ബോറടിച്ചിരുന്നു അല്ലേ? വെക്കേഷനൊക്കെ ബോറടിക്കുക എന്നുള്ളൊരു വളരെ കോമൺ കാര്യമായിരുന്നു. ഈ കുട്ടികളുടെ സെൻസേഷൻസ് കുറച്ചുകൂടി ഷാർപ്പാണ്. അതായത് ഇവർ കുറച്ചുകൂടി സെൻസിറ്റീവാണ് കാര്യങ്ങൾക്ക്. കുറച്ച് സമയം വെറുതെ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ബോറടി ഈ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒട്ടും വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ ബോറടിക്കുന്ന തലച്ചോറിനെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത് ഡിവൈസ് അഡിക്ഷനിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ്. അവർക്ക് ബോറടി കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാവില്ല. ഇപ്പം ഇതിൽ കേൾക്കുന്നതിൽ തന്നെ സ്കൂൾ ഗോയിങ് കുട്ടികളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ വെക്കേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ബോറടിക്കുന്ന അമ്മ, ബോറടിക്കുന്ന അച്ഛ. ഇത്രയും ബോറടി നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുമടാ എന്നുള്ളത് എപ്പോഴും അവർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അവരുടെ ബ്രെയിൻ എപ്പോഴും എന്തെങ്കിലും വേണം. അറ്റൻഷൻ സ്പാൻ അതുപോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയും. കുഞ്ഞു റീൽസിലോട്ട് നമ്മളൊക്കെ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ? വെക്കേഷനൊക്കെ ഇരുന്ന് അങ്ങനെ നീണ്ടിരുന്ന ഒരു പുസ്തകം വായിക്കാനൊക്കെ പറ്റാത്ത രീതിയിൽ ഷോർട്ട് അറ്റൻഷൻ സ്പാനിൽ കുട്ടികൾ പോകുന്നുണ്ട്. മാം, ഇപ്പം ഈ പറഞ്ഞ അറ്റൻഷന്റെ വിഷയം എന്ന് പറയുന്നത്, അതുപോലെ കുട്ടികളുടെ കണക്ഷൻ ഇല്ലായ്മ, പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെയുള്ള എന്താ പറയുക കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മിസ്സിങ്ങുകൾ, പിന്നെ ഇപ്പം ഒട്ടും ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് സംഭവങ്ങൾ, സീരീസുകൾ, ഇപ്പം അഡോളസൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ തീം പറഞ്ഞിട്ടുള്ള സാധനം തന്നെ എന്താ പറയുക സമപ്രായക്കാരിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സമപ്രായക്കാരുടെ ഒരു കമന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയാണ് അത് ആ സംഭവങ്ങൾ മൊത്തമായിട്ടും ചർച്ച ചെയ്യുന്നത്. അത്തരം വിഷയങ്ങളും ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള കാര്യങ്ങളാണല്ലോ.
ഇതുമെല്ലാം തന്നെ അഗെയിൻ പാരന്റിങ്ങിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായി തുടങ്ങി പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ട്രാക്കിൽ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ ഇതൊന്നും ഒരു പേരൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ചുരുക്കരുതെന്ന് തന്നെയാണ് വിചാരിക്കുക. ഈ കുട്ടികളുടെ പുതിയ തലമുറ കുട്ടികളെ നോക്കിക്കാണുന്നതിൽ സമൂഹം ഒന്നാകെ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അവർ ഒന്നുകൊണ്ടും നമ്മളെക്കാൾ കുറവല്ല. അവർ ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ വളരെ മെച്ചവും ചില കാര്യങ്ങളിൽ അവർക്ക് കുറച്ചുകൂടി ഒരു സപ്പോർട്ട് ആവശ്യവും വേണ്ട ഒരു ഗ്രൂപ്പാണ്. എല്ലായ്പ്പോഴും കൗമാരക്കാർ അങ്ങനെ തന്നെ ആയിരുന്നു. അത് അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. പിന്നെ ഇപ്പോൾ പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈയിടെ ബിഹേവിയറൽ വാക്സിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കുട്ടികളിൽ ഇത്തരം കഴിവുകൾ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി അവരവരുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനുവേണ്ടി പ്രത്യേക ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുകൂടിയാണ്. കൗമാരക്കാരിൽ കാണുന്ന ലഹരിയുടെ ഉപയോഗം, അതുപോലെ വയലൻസ്, ഇങ്ങനത്തെ ഇത്തരം പ്രശ്നങ്ങളെ അങ്ങനെ വരാതിരിക്കാൻ വാക്സിൻസ് നമ്മൾ അതിനാണല്ലോ ഉപയോഗിക്കുക. ഒരു രോഗം വരാതിരിക്കാൻ കൊടുക്കുന്ന സാധനമാണല്ലോ, പ്രതിരോധമാണ് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ക്ലാസ് മുതലേ കുട്ടികളെ ഇത്തരം ചില സ്കില്ലുകൾ നമ്മൾ ഇങ്ങനത്തെ വയലൻസിൽ അല്ലെങ്കിൽ ഡ്രഗ് യൂസിൽ അല്ലെങ്കിൽ ഡിപ്രഷനിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ പെട്ടുപോകാതിരിക്കത്തക്ക വിധം ആരോഗ്യമുള്ള ഒരു മനസ്സും ശീലങ്ങളും ഉള്ള ആൾക്കാരാക്കി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ നല്ല ശ്രമങ്ങൾ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും അതിനുവേണ്ടി ഞാനിപ്പോൾ ആരോഗ്യ വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്കത് നേരിട്ട് അറിയുന്നത്. ആരോഗ്യ വകുപ്പിന് കീഴിൽ തന്നെ സ്കൂൾ മെന്റൽ ഹെൽത്തിന് വേണ്ടി സ്പെഷ്യൽ വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ സ്കൂളുകളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും ആ കുട്ടികൾക്ക് അവിടെ വെച്ച് തന്നെ വേണ്ടത്ര ഹെൽപ്പ് കൊടുത്തു പോവുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു പോകാനുള്ള ശ്രമങ്ങളാണത്. ഇത്തരം ശ്രമങ്ങൾ പലയിടത്തു നിന്ന് വളരെ ആശാവഹമായ ശ്രമങ്ങൾ പലയിടത്തു നിന്ന് നടക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ധാരാളം നടക്കുന്നുണ്ട് എന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് നമുക്ക് മാനസികാരോഗ്യത്തെ പറ്റി കുറച്ചുകൂടി ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മുതിർന്നവർ മാറേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്, 100% ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണ്, 100% മെന്റൽ ഹെൽത്ത് ലിറ്ററസി കൂടി നമുക്ക് വേണ്ടതാണ്. മാം, ഇപ്പം ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉള്ള പോലെ കുട്ടികൾ അകപ്പെടുന്ന പോൺ സൈറ്റുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ മുതിർന്നവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ അതിൻ്റെ ഒരു മോറൽ സൈഡൊക്കെ നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത്. കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റിയോ അവരുടെ പ്രായമൊന്നും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നേയില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് പെട്ട് ഒരുപക്ഷെ നമ്മൾ തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ കുട്ടീനെ നമുക്ക് തിരിച്ച് സംസാരിക്കാവുന്ന ഒരു ടേംസിൽ വന്നാലും നമ്മൾ അധികവും നമ്മുടെ ഒരു ഇമ്പൾസിന്റെ ഭാഗമായിട്ട് കുറ്റപ്പെടുത്തലും ബഹളം വെക്കലും പലതും പറയുക, മൂടി വെക്കുക, വേറെ ഒരാളോട് സംസാരിക്കാൻ നമുക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു ആരോഗ്യകരമായ രീതിയാണോ? നമ്മൾ എങ്ങനെ? അല്ല, അത് തീർച്ചയായിട്ടുമല്ല. പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? പേരൻസ് പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയുമായി നമ്മുടെ അടുത്ത് വരുമ്പോൾ പേരൻസ് വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് എന്നാണ്. ഇനി അവർക്ക് എന്നോട് എന്തും പറയാമല്ലോ ഡോക്ടറെ, ഞാൻ ജോലി സമയം കഴിഞ്ഞാൽ മുഴുവൻ സമയം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൂടെ ആണല്ലോ, അവൈലബിൾ ആണല്ലോ, അവരെന്താ എന്നോട് പറയാത്തത് എന്നാണ് അവർ ചോദിക്കുക. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഡോക്ടറെ, അവർ എന്താണ് റെസിപ്രോക്കേറ്റ് ചെയ്യാത്തത്, അവരെന്താണ് എന്നോട് സംസാരിക്കാത്തത് എന്നാണ് വിചാരിക്കുക. കുട്ടികൾ എന്താണ് പറയുക, ഞാൻ പറയുന്ന ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടറെ എന്നാണ് പറയുക. ആ ഒരു കണക്ഷൻ ഡെഫിസിറ്റിനെ പറ്റിയാണ് ഞാൻ ആദ്യം മുതലേ പറയാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാക്കുക? നിഷയ്ക്ക് തന്നെ ബോധ്യമുള്ള കാര്യമായിരിക്കും. ഈ ജെൻസി ലാംഗ്വേജ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അവർ പറയുന്നതിന് വേറൊരു ഭാഷയാണ്. നമുക്ക് പലപ്പോഴും അറിയില്ലാത്ത പല വാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലാംഗ്വേജ് സിസ്റ്റമാണ് അവരുടേത്. പലപ്പോഴും ടീച്ചേഴ്സ് പേരൻസിനോട് പറയും അത്രേ, നിങ്ങൾ കുട്ടികളുടെ ചാറ്റ്സ് ഒക്കെ, സോഷ്യൽ മീഡിയ ചാറ്റ്സ് ഒക്കെ നോക്കണം. അമ്മമാർ പലപ്പോഴും വന്ന് നമ്മളോട് പറയാറുള്ളൊരു കാര്യം, ചാറ്റൊക്കെ നോക്കണ്ട ഡോക്ടറെ, ഒന്നും മനസ്സിലാവണില്ല, എന്ത് ഭാഷയാണിത്, ഇംഗ്ലീഷാണോ മലയാളമാണോ, ഇസ് ഇറ്റ് സംതിങ് എൽസ്, ഒന്നും മനസ്സിലാവുന്നില്ല. അവരുപയോഗിക്കുന്ന ഓരോ ഇമോജിക്കും ഓരോ വാക്കിനും വേറെ അർത്ഥമുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മൾ പഠിക്കുക? ഇത് നമ്മൾ പഠിക്കണം, നമ്മൾ അവരുടെ കൂടെ ഇരിക്കാൻ തന്നെ വേണം. അത് പഠിക്കാൻ വേറെ ഡിക്ഷണറി ഒന്നുമില്ല. കുട്ടികളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യൂ. സ്പെൻഡ് ചെയ്യുന്ന സമയം ക്വാളിറ്റി ടൈമായിട്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള സമയമാക്കും. അവർക്കിഷ്ടമുള്ള ടോപ്പിക്കുകളിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. അവർ കാണുന്ന ഷോ, ഇപ്പോൾ ഈ കൊറിയൻ പോപ്പ്, കൊറിയൻ കാര്യങ്ങൾ വലിയ പ്രശ്നമാവുന്നു. നമുക്കത് എന്താണെന്നത് കുട്ടികൾ എന്താണ് ഇതിന്റെ പുറകെ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കുട്ടികളുടെ പല ആരാധനാപാത്രങ്ങളെയും എന്തുകൊണ്ടാണ് ഇവർ കുട്ടികളുടെ ആരാധനാപാത്രങ്ങളായത് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. കേരളത്തിൽ തന്നെ നടന്ന കാര്യമായിരുന്നു, ഒരു വാൻ MVD പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം കത്തും എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവരുടെ ആരാധന പാത്രങ്ങളാണ്. അപ്പൊ പലപ്പോഴും ആ സമയത്തൊക്കെ പല പേരൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ കുട്ടികൾക്ക് ഇത്ര വലിയ ആരാധന? നമ്മുടെ ജനറേഷനിലെ ആരാധന പാത്രങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് കുട്ടികൾ നെൽസൺ മണ്ടേലയോ മഹാത്മാഗാന്ധിയോ അങ്ങനെയുള്ള വലിയ ആൾക്കാരെ റോൾ മോഡൽ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ഇവരുടെ ജീവചരിത്രം കുട്ടികളോട് പറയാൻ ശ്രമിക്കും. കുട്ടികൾ അത് കേൾക്കുമോ? അവർ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുക? കുട്ടികളുടെ ലോകത്തോട്ട് എങ്ങനെയാണ് ഇടിച്ചു കയറുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കൂ, അവർ പറയുന്നത് കേൾക്കൂ, അവരുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ കേൾക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ളത് ഒരു
ഒരു മടിയുമില്ലാതെ ചോദിക്കും, എന്താണ് ഇവരുടെ നിന്നെ ആകർഷിച്ച കാര്യം, എനിക്കൂടി പറഞ്ഞത്, അമ്മയ്ക്കത് മനസ്സിലാവണില്ല, എന്താണ് ഇതിലെ രസം എന്ന് ചോദിച്ച് നിങ്ങൾ ആ രാജ്യത്തിൽ നുഴഞ്ഞു കയറും. അതിനുശേഷമാണ് നമ്മൾക്ക് അവരെ അപ്പം നമുക്ക് മനസ്സിലാവും എന്ത് വാല്യൂസാണ് ഇവർ ഭയങ്കര ഇത് കൊടുക്കുന്നത്. നമുക്ക് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ചിലപ്പോൾ ആ ഒരു പബ്ലിക് വാലിഡേഷൻ ആയിരിക്കും ഈ കുട്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു മസിൽ പവർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പവറിൻ്റെ എക്സേർഷൻ ആയിരിക്കും. എന്താണ് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിലെ വാല്യൂ സിസ്റ്റം, എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കും. അതിനുശേഷമല്ലേ നമ്മൾ അവരെ കണക്ട് ചെയ്യുക. മാം ഇപ്പോൾ കുട്ടികളുടെ ചാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മിക്കവാറും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു 10-11 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും തെറിവാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ചാറ്റിൽ, നിരന്തരമായിട്ട് കാണാറുണ്ട്. നമുക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ടും തോന്നാറുണ്ട്, നമുക്കത് ചോദിക്കണ്ടേ, ഇവരിത് എവിടെ നിന്നാ പഠിച്ചേ, നമ്മളിതൊന്നും പറയുന്നില്ലല്ലോ വീട്ടിൽ എന്നൊക്കെയുള്ള പലതരം തോന്നലുകൾക്ക് ഉണ്ടാവാറുണ്ട്. നല്ല ഗിൽറ്റ് ഫീലും വരുന്നുണ്ട്. ഇത്തരം കൺഫ്യൂഷൻസും ഉണ്ട്. എങ്ങനെയാണ് അതിനെ കാണണ്ടേ? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. തെറി ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവരുടെ ചില കമ്മ്യൂണിക്കേഷനുകളുടെ ലിമിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്കുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംസാരത്തിൽ മാത്രമല്ല, മറ്റു പല പെരുമാറ്റങ്ങളിലും ചിലപ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. തുറന്നൊരു കമ്മ്യൂണിക്കേഷൻ ആവാം എന്നുള്ളത് തന്നെയാണ്. അതിനാദ്യം നിങ്ങൾ കുട്ടിയുമായി കണക്ടിവിറ്റി, നല്ല കണക്ഷൻ, നല്ല ഇമോഷണൽ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുശേഷം സമാധാനമായി കുട്ടിയെ വിളിച്ചിരുത്തി ഗൗരവമുള്ളൊരു കാര്യം നമ്മൾ മുതിർന്ന ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളോടത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ഈ വാക്കുകൾ കോമണായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റോൾ മോഡൽസ് ആണ് കുട്ടികളുടേത്. നമ്മൾ അത്യാവശ്യം ചീത്ത പറയുകയോ അല്ലെങ്കിൽ വയലൻ്റ് ആവുകയോ നുണ പറയുകയോ ഒക്കെ ചെയ്യുകയും കുട്ടി ഇതൊന്നുമില്ലാത്ത പൂർണ്ണമായും ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിരിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ ഭാഗത്ത് വേണ്ട നിയന്ത്രണങ്ങളുണ്ട്. കുട്ടിക്ക് ആ നിയന്ത്രണങ്ങൾ മനസ്സിലാകുകയുണ്ടെങ്കിൽ തുറന്ന സംസാരം തന്നെ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൽ തുറന്ന സംസാരങ്ങൾ തന്നെ നല്ലതാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നിട്ടും നിങ്ങൾക്ക് അയാളുടെ ദേഷ്യമോ അല്ലെങ്കിൽ സംസാരത്തിലെ തെറ്റുകളോ വൈകാരിക വിക്ഷോഭങ്ങളോ, അല്ലെങ്കിൽ ചില കുട്ടികൾ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ദേഷ്യപ്പെടുന്നതും വയലൻ്റ് ആവുന്നതും ഒക്കെ കുട്ടികളുണ്ട്. അമ്മയെ തന്നെ ചിലപ്പോൾ അടിക്കാൻ മെനക്കെടാത്ത ഇളയ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒക്കെ ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന കുട്ടികൾ കാണാറുണ്ട് ചിലപ്പോൾ. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എക്സ്പെർട്ട് ഹെൽപ്പ് എടുക്കുക തന്നെ വേണം. പക്ഷേ ആദ്യഘട്ടമായി നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാവുന്നതാണ്. അത്തരം സംസാരങ്ങൾ നമ്മൾ മുതിർന്നവർ നമ്മൾ സംസാരിക്കുന്ന പോലെ ഗൗരവമുള്ളൊരു സാഹചര്യത്തിൽ നിൻ്റെ ഈ പെരുമാറ്റം ഞങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കുറച്ച് സങ്കടമുണ്ട്, കുറച്ച് വിഷമമുണ്ട്, അതുകൊണ്ട് എന്താണ് നീ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. നമ്മുടെ ഇമോഷൻ എന്താണോ അത് തന്നെ നമുക്ക് കുട്ടികളോട് എക്സ്പ്രസ് ചെയ്യാം. അധികാരഭാവത്തിൽ നമ്മൾ നിൽക്കുന്ന പലപ്പോഴും നമ്മൾ പേരൻസിൻ്റെ ഒരു പ്രശ്നം, എല്ലാ ഇമോഷൻസും പേരൻറ്റിങ്ങിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ തന്നെയാണ്. നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഒറ്റ ആയുധമുള്ളൂ, ദേഷ്യം മാത്രം. ശരിക്കും നിങ്ങൾക്ക് കുട്ടിയെ പറ്റി ഒരു അഭിമാനം തോന്നുന്നതോ, കുട്ടി ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടം വരുന്നതോ, ഒരു നാണക്കേട് തോന്നുന്നതോ, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങളിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കുടുംബം പെട്ടു, അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമമുള്ളതോ, ഇതൊന്നും ഒരു പ്രായത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളത് പിന്നെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഉള്ള ലോകത്തിലല്ലേ നമ്മൾ കുട്ടികളെ വളർത്താൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സന്തോഷങ്ങളും സങ്കടങ്ങളും ഇത്തരം സങ്കടങ്ങൾ നിങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിൽ കൂടി തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. അല്ലാതെ വലിയ പ്രഭാഷണങ്ങളിൽ കൂടിയൊന്നും നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. പലപ്പോഴും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പോസ്ഡ് ആകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായ ഒരു ബുദ്ധിമുട്ട്, എല്ലാവരുടെയും ജോലി സ്ഥലത്ത് അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവില്ലേ? മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു വഴക്ക് കേൾക്കുന്നു, അല്ലെങ്കിൽ ജെന്യൂനായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടാതെ മറ്റൊരാൾ തട്ടിയെടുക്കുന്നു, ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കാം. കുട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. ചില കുട്ടികളൊക്കെ ചോദിക്കും, അമ്മയ്ക്കൊരു അടി വെച്ച് കൊടുക്കായിരുന്നില്ലേ? അപ്പോൾ അടിച്ചല്ല ഇത് പരിഹരിക്കുക, നമ്മൾ സംസാരിച്ചാണ് പരിഹരിക്കുക. റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഇത്തരം വൈകുന്നേരങ്ങളിലെ കുഞ്ഞു ചായപ്പേ ചർച്ചകളിലൊക്കെ ഇത് എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടെ, നമ്മുടെ ഒരു ഈക്വൽ പാരന്റിങ്, അതാണോ കറക്റ്റ് ടേം എന്നറിയില്ല, അച്ഛനും അമ്മയും ഒരേപോലെ റോൾ എടുത്ത് ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങളെ പറ്റി. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. അതിൽ ഒരു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കുടുംബത്തിലൊരു ഇക്വാലിറ്റി കാണിച്ചു കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഈ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാർ, അവർ എല്ലാ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് എല്ലാവർക്കും ചായ കൊടുത്ത് അവസാനം അമ്മ ചായ കുടിക്കുന്നത് നമ്മൾ പല വീടുകളിലും അങ്ങനെയാണ് അത് നടക്കുക. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങളെക്കാൾ സ്നേഹത്തിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ അത് കൊടുക്കുന്ന ഒരു മെസ്സേജും ഉണ്ട്. നിങ്ങൾക്കുള്ളതൊരു മോനാണെങ്കിലും ഒരു മോളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു പൊസിഷനിൽ നാളെ അവരെത്തി എന്ന് വിചാരിക്കുക. പക്ഷേ മോനാണെങ്കിലും മോൻ പ്രതീക്ഷിക്കുക, ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് എൻ്റെ ഭാര്യ ഇതെല്ലാം ചെയ്തിട്ടാണ് അവൾ ചായ കുടിക്കേണ്ടത് എന്നൊരു പറയാത്തൊരു ലേണിംഗ് അതിൻ്റെ അകത്ത് നടക്കുന്നില്ലേ. അത്തരം ഒരു ഈക്വാലിറ്റി വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ ജനറേഷൻ കുട്ടികളെ റേസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വീട്ടുജോലികളുടെ കാര്യത്തിലും കുട്ടികളെ നോക്കുന്ന കാര്യത്തിലും കുട്ടികളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന
അധ്യാപിക്കുന്ന കാര്യത്തിലും എല്ലാം ആ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരു പ്രൈമറി പേരൻ്റ് ഉണ്ടാവും. കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന ഒരു പേരൻ്റ് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ച് മറ്റേ ആൾക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാം. പണം മാത്രം കൊടുത്താൽ ഉത്തരവാദിത്തം കഴിയുമെന്നുള്ള ധാരണ വെറും തെറ്റിദ്ധാരണയാണ്. അത് ഇപ്പം ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. എന്തൊക്കെ ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും പറയാറുണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിൻ്റെ കൂടെ കുട്ടിയെ നോക്കുന്നത് പോലെ തന്നെ ഭർത്താവിനെയും കൂടെ നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി പോകാറുണ്ടെന്ന് പറയണ സ്ത്രീകളെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. പാരന്റിങ്ങിൽ അത് തീർച്ചയായും എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിച്ച് തന്നെ വേണം പാരന്റിങ്. തീർച്ചയായിട്ടും ഈ വീട്ടിലെ ജോലി പലപ്പോഴും സ്ത്രീയുടേത് മാത്രമാണ് എന്ന് കരുതുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇന്നത്തെ ജനറേഷന് ജീവിതം അവർക്ക് ഒരു സക്സസ്ഫുൾ മാരീഡ് ലൈഫൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം സൃഷ്ടിക്കും. നമ്മളത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്, ആരെയാണ് നിങ്ങൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെയാണോ നിങ്ങൾ വളർത്തുന്നത് അവരുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായ ലേണിംഗ് ആണ് എന്ന് നമ്മൾ വിചാരിക്കണം. അത് വീട്ടിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരുടേതുമാണ്. നിങ്ങളുടെ വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേർക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പ്രായത്തിനൊത്ത, അവരുടെ ശാരീരിക ആരോഗ്യത്തിനൊത്ത, അവരുടെ ജോലി, അവരുടെ സമയത്തിനൊത്ത ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി വളർത്തുമ്പോഴാണ് നമ്മൾക്ക് നല്ല പൗരന്മാരെ ഉണ്ടാക്കാൻ പറ്റുക. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന നല്ല ലോകത്തിലായിരിക്കണം. ഇപ്പോഴത്തെ ലോകം ഭയങ്കര പ്രശ്നമാണ് ഡോക്ടറെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനുകമ്പയില്ല, സ്നേഹമില്ല. എൻ്റെ കൊച്ച് എങ്ങനെയാണ് ഈ ലോകത്തിൽ വളരുക എന്ന് കരുതുന്നത്. നമുക്ക് ലോകം നമുക്ക് വേറെ ആരും ഉണ്ടാക്കി തന്നതല്ല, നമ്മളാണത് ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കുക നമ്മുടെ കുട്ടി ഒട്ടും അനുകമ്പ വേണ്ട, സഹാനുഭൂതി വേണ്ട, സഹജീവി സ്നേഹം വേണ്ട, എൻ്റെ കൊച്ചു നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടിരുന്നോട്ടെ, എല്ലായിടത്തും പോയിക്കോട്ടെ, ജയിച്ചോട്ടെ, എല്ലാ സമ്മാനങ്ങളും എൻ്റെ വീട്ടിൽ വന്നോട്ടെ, ബാക്കിയുള്ളവരെല്ലാം വളരെ സഹാനുഭൂതിയും മനുഷ്യ സ്നേഹവും ഉള്ളവരാവട്ടെ. അങ്ങനെ ഒരു ലോകം ഇല്ലല്ലോ. നമ്മൾ തന്നെ എമ്പതറ്റിക് ആയിട്ടുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കിയാലേ അവർക്ക് ജീവിക്കാൻ പൊതുവിൽ നല്ലൊരു ലോകം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞു വരുമ്പം ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. നമ്മൾ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന മനസ്സോടുകൂടി ഇരിക്കേണ്ടതാണ്. ഇനി നിങ്ങളെ കൊണ്ട് നോക്കൂ, ഈ പേരന്റിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണേ. നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പെർട്ട് ഹെൽപ്പ് എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. അതിന് നിങ്ങൾ ഉപദേശിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗം ആണ് എന്ന് അങ്ങനെ മാത്രമല്ല. നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ അതിനൊരു വിദഗ്ധന്റെ സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുമ്പോഴെങ്കിലും. കാരണം ഈ പേരന്റിങ്ങിൽ ഇപ്പം നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ കുട്ടിയുമായി കൗമാരക്കാരനായ മകനുമായിട്ടോ അല്ലെ മകളുമായിട്ടോ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടത്ര പ്രാക്ടിക്കലായിട്ടുള്ള വേണ്ടത്ര ശരിയായിട്ടുള്ള ഉപദേശം തരാൻ ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസിന് ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. നിങ്ങളൊരു എക്സ്പെർട്ട് ഹെൽപ്പ് തന്നെ പലപ്പോഴും എടുക്കേണ്ടി വരും. മാം, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് സമയമില്ല, നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്നെക്കാളും കൂടുതൽ കണക്ഷൻ എൻ്റെ അമ്മയായിട്ടാണ്, അതായത് കുട്ടിയുടെ ഗ്രാൻഡ് പാരൻ്റ് ആയിട്ടാണ്. എന്നാൽ പിന്നെ അവിടെ ഒന്ന് സംസാരിച്ച് അവരൊന്ന് സെറ്റ് ആകുമോ നോക്കട്ടെ, ആ വഴിക്ക് പോകുമോ നോക്കട്ടെ. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു മെത്തേഡും കൂടെ നമ്മൾ മിക്കവാറും ശ്രമിച്ച് നോക്കാറുണ്ട്. പക്ഷെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കുട്ടികളെ വിട്ട് കുട്ടികളെ ആ രീതിക്ക് നേരെ കൊണ്ടുവരാം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ രീതി അല്ലാതെ മിക്കവാറും പല എക്സ്പേർട്സും പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു ത്രെട്ട് എവിടെയാണ്? നോക്കൂ, അത്തരം സാഹചര്യങ്ങളിൽ കുട്ടിക്ക് കൂടുതൽ അടുപ്പമുള്ള പേരൻ്റ് വഴി തന്നെയാവും ചിലപ്പോൾ പ്രശ്നമുള്ളൂ. അത് ഗ്രാൻഡ് പേരൻ്റോ ആര് വഴിയാണെന്ന് വെച്ചാൽ അവർ വഴിയായി തന്നെ ആയിരിക്കും നമ്മൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. അവർ വഴി നമ്മൾ പ്രവർത്തിക്കാറുമുണ്ട്. പക്ഷേ കുട്ടിയെ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. എന്തെങ്കിലും സാഹചര്യത്താൽ നിങ്ങൾ സ്ഥലത്തില്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടാവാം. ഇതിലെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ തീരുമാനങ്ങൾ ആരൊക്കെയാണോ കുട്ടിയുടെ വളർത്തലിൽ ഇടപെടുന്നവർ അവർക്ക് എല്ലാവർക്കും ഒരു തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അച്ഛൻ പറയുന്നു എന്താണ് നീ ഇത്ര സമയമേ ഡിവൈസ് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നു. അമ്മ പറയുന്നു എനിക്ക് കുറച്ച് പണിയുണ്ട്, ആ നേരം കൂടി 1/2 മണിക്കൂർ കൂടി നീ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു. 1/2 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഡിവൈസ് എടുക്കാൻ തുടങ്ങുമ്പോൾ കൊച്ചു കരയുന്നു. ഉടനെ ഗ്രാൻഡ് പേരന്റ് പറയുന്നു കൊടുക്കണം, കരയിപ്പിക്കേണ്ട എന്ന് പറയും. ഇതൊരിക്കലും നല്ലൊരു സിസ്റ്റം അല്ല. എല്ലാവർക്കും കൂടെ ഒരു തീരുമാനം ഉണ്ടാവണം. എല്ലാവരും ഒരുമിച്ച് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ കുട്ടിയെ വളർത്തുന്ന ആരാണോ അവരുമായിട്ടോ പലതവണ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇന്നതുപോലെ പെരുമാറുന്നത്. അതായത് ഫാമിലി എന്ന് പറഞ്ഞ യൂണിറ്റ് ഒറ്റ യൂണിറ്റ് കുട്ടിയെ വളർത്തുന്ന കാര്യങ്ങളിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. എല്ലാവരും റോൾ മോഡൽസ് ആണ് എന്നുള്ള ഓർമ്മയും വേണം. ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ പെടുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ 24 hour ഹെൽപ്പ് ലൈൻ സർക്കാരിൻ്റെതായിട്ടുണ്ട്. അതിൻ്റെ പേര് ടെലിമനസ് എന്നാണ്. 14416 14416 ആണ് ആ നമ്പർ.
അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ വൈകുന്നേരം കുട്ടിയുമായി ഒരു വലിയ വഴക്കുണ്ടായി വീട്ടിൽ, എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ മറ്റേ യൂട്യൂബർ പറഞ്ഞതുപോലെ ഒരു അപകടകരമായ സൈറ്റിൽ ഞാൻ എൻ്റെ കുട്ടിയെ കണ്ടു, ഇനിയിപ്പോൾ എന്താ വേണ്ടേ എനിക്കറിയില്ല. നമ്മളങ്ങനെ പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന അമ്മമാർ ഒരുപാടുണ്ട്. ആ രാത്രി അതിജീവിക്കാൻ പറ്റാതെ പോകുന്ന കുട്ടികളെയും അമ്മമാരെയും ഞങ്ങൾ കാണാനിടയായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നും ഏത് ഫോണിൽ നിന്നും ഏത് സമയത്തും ഏത് ഹോളിഡേയും 365 ദിവസവും 24 മണിക്കൂറും ഉപയോഗിക്കാവുന്ന ഒരു ടെലി നമ്പറാണ്, ഒരു ടോൾ ഫ്രീ നമ്പറാണ് 14416 14416. ഇത്തരം സൗകര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും വേണമെന്നുള്ളത് കൂടി പ്രധാനമാണ്. അറിയുകയും വേണം ഇത്തരം സൗകര്യങ്ങൾ ഒരുപാടുണ്ട്, അത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ അന്താളിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഇല്ല, സഹായങ്ങളുണ്ട്, അതിൽ എത്തിപ്പെടാൻ മടിക്കരുത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഒരു കൗൺസിലറോട് സംസാരിക്കുക, സൈക്യാട്രിസ്റ്റിനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് പറയുന്നത് എൻ്റെ എന്തോ ഒരു കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു കഴിവുകേടാണ്, എൻ്റെ കൊച്ചിനൊരു ഡിപ്രഷൻ വന്നു അത് എൻ്റെ ഒരു കഴിവുകേടാണ്, ഞാൻ വേണ്ടത്ര വളക്കാഞ്ഞിട്ടാണ് നോക്കാഞ്ഞിട്ടാണ്. നമുക്ക് അങ്ങനെയല്ല. ബ്രെയിനുള്ള ആർക്കും, തലച്ചോറുള്ള ആർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. തലച്ചോറാണല്ലോ മാനസികാരോഗ്യത്തെ നിയന്ത്രിക്കുന്നത്. അതിനെ അങ്ങനെ തന്നെ കാണേണ്ടത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഇൽനസ്. മടിയില്ലാതെ എക്സ്പെർട്സിനെ സമീപിക്കുക. ഏതായാലും ആ ഒരു കാര്യത്തിലും കൂടെ കൂടുതൽ ആളുകൾ ഉത്തരവാദിത്തത്തോടുകൂടെ പെരുമാറും എന്ന് തന്നെ, ആളുകൾ ഇൻ ദ സെൻസ് പാരൻസ് പ്രത്യേകിച്ച് ഉത്തരവാദിത്തത്തോടുകൂടെ പെരുമാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്രയും സമയം ചെലവാക്കിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.